ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കാവല് ഉത്സവേനി ഇന്നലെ. അപ്പൊ ഞങ്ങൾ ഉത്സവത്തിന് വന്നതാണ്. അങ്ങനെ ഉത്സവത്തിന്റെ ഓർക്കക്ഷീണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാനും എന്റെ ചേച്ചിയും കൂടി ചേച്ചിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാണ്. ഇതുപോലെ നമ്മളെ നാട്ടിൽ ഉത്സവമൊക്കെ വരുമ്പോഴാണല്ലോ ഇവിടുന്ന് കല്യാണം കഴിച്ചുണ്ടായ പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് കൂടുക. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയമാണ് കേട്ടോ ഞങ്ങളത് ഇപ്പോ. ചേച്ചിന്റെ വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും മുറ്റത്തൊക്കെ നിറയെ ചെടികളുണ്ട്. അപ്പൊ ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി പറയാണ് ഇത് മാത്രമല്ല മുകളിലും കുറെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഈ ചെടികളൊക്കെ ചേച്ചിന്റെ അമ്മ എന്നെ നട്ട് നനച്ചുണ്ടാക്കണാണ്. അപ്പോഴാണ് ചേച്ചി പറയണത് അമ്മ ചെറിയ രീതിയിൽ ചെടികളൊക്കെ സെയിൽ ചെയ്യണുണ്ട് എന്ന്. അങ്ങനെ ഞാൻ ഓരോ ചെടികളും ഇങ്ങനെ നോക്കി വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് ഇതൊന്നും നോക്കാൻ കഴിയണില്ല എന്നൊക്കെ സങ്കടം പറയുന്നുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ ഒരു 10-30ഓളം വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. കുറെ കളേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഉത്സവത്തിന്റെ ക്ഷീണം കഴിഞ്ഞിട്ട് ഉറങ്ങി നീക്കാൻ ലേറ്റ് ആയി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പൂക്കളൊക്കെ ചെറുതായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടേനി. പിന്നെ 10 മണി ചെടികൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പല ഷെയ്ഡുള്ള കടലാസ് പൂക്കൾ ഉണ്ട്, നമ്മള് ബോഗൺവില്ലല്ലേ അത്. പിന്നെ അത് മാത്രമല്ല അടീനിയത്തിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനെ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേച്ചിന്റെ അമ്മ അതൊക്കെ ചെറിയ രീതിയിൽ സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേനിന്ന്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മേന്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കമന്റിൽ പിൻ ചെയ്ത് കൊടുക്കേ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നനച്ചുണ്ടാക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടല്ലോ ഞങ്ങളെ റോട്ടിൽ കൂടെ ഒരു വണ്ടിക്കാരൻ പോകുമ്പോൾ അയാളെ അടുത്തുനിന്ന് ഒരു റോസിന്റെയും ഒരു ജമന്തിന്റെയും ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി. 2 ദിവസമൊക്കെ ഞാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം നോക്കി. പിന്നെ ഇപ്പൊ നോക്കണത് അച്ഛനാണ്. പിന്നെ അത് വാങ്ങുമ്പോൾ തന്നെ എനിക്കും അറിയാനും അച്ഛനും അറിയാനും 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് അച്ഛൻ്റെ തലയിലാവുന്നത്. കാരണം ഇത് എപ്പോഴും അച്ഛൻ തന്നെയാണ് ഇവിടുത്തെ ചെടികളൊക്കെ നനച്ചുണ്ടാക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വരണാവുന്നല്ല ഈ ചെടികളും പൂക്കളും അങ്ങനെ കണ്ടപ്പോഴേ ഒരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള ആഗ്രഹം എനിക്കും ഇല്ലാതില്ല. ശരിക്കും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഉണ്ടല്ലോ ഈ പൂക്കളൊക്കെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇതാണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് അപ്പോഴേക്കും പീലിക്കുട്ടിക്ക് പിന്നെ വെറുപ്പ് തുടങ്ങി വീട്ടിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്കും പോകുന്നു. അപ്പൊ